എടാ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ നിങ്ങൾക്കറിയാം, റെഗുലറായിട്ട് നമ്മൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ നിരവധി വിദ്യാർത്ഥികൾ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത കോണ്ടന്റുകൾ, സംശയങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള ഡൗട്ട്സുകളൊക്കെ ഈ വീഡിയോയിൽ കാണും. ആൻഡ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളും ഇനി സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ മാറാൻ കഴിയുമോ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, അടുത്ത വർഷമെങ്കിലും മാറാൻ കഴിയുമോ എന്നുള്ള കുറേ സംശയങ്ങളുണ്ട്. സോ ആ സംശയങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എടാ മക്കളെ, അപ്പം നമുക്ക് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സുകൾ വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു സാധ്യതകളുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു തരും. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് തരും. നമ്മൾ കുട്ടികൾ ചോദിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടില്ലേ, ഏകദേശം കഴിഞ്ഞിട്ടില്ലേ, ഇനി അഡ്മിഷൻ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, നിലവിൽ HSCയിലും ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുമുണ്ട്. ഓക്കെ, അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു 95% അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് സ്പോട്ട് അഡ്മിഷനാണ്. അപ്പോൾ അതിൽ പ്രൈവറ്റ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലും സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സർക്കുലർ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ വേണ്ടി കഴിയും. നിങ്ങളൊരു റഫായിട്ടുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം, അഡ്മിഷൻ ഓൾറെഡി കിട്ടി, അഡ്മിഷൻ എടുത്തു, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്കും സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇപ്പം ട്രാൻസ്ഫർ ഒക്കെ ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടല്ലോ, ദൂരെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന, അവർക്കൊന്നും സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏകദേശം 30,000 സീറ്റൊക്കെ ബാക്കിയുണ്ടെന്ന് പറയുന്നില്ലേ, അപ്പോൾ ഇനി ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി ഉണ്ടാകുമോ? ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അതായത് എന്ത് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഏകദേശം ഒരു 30,000-ഓളം സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് ഇനി നടക്കുന്ന അലോട്ട്മെന്റിനെ പറ്റിയിട്ട് പല വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ്സിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരു തേർഡ് സപ്ലിമെന്ററിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ച നടക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ന്യൂസുകളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു തേർഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇനി കാണില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നെക്സ്റ്റ് സ്പോട്ട് അലോട്ട്മെന്റ് തന്നെയായിരിക്കും. ഈ സ്പോട്ടിൽ അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. സപ്ലിമെന്ററി ആയാലും നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള, ഡയറക്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ് ആണല്ലോ. ഇവിടെ എന്ന് പറയുന്നത്, നിങ്ങൾക്കല്ല, അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞൊരു വെയിറ്റിംഗ് ലിസ്റ്റ് അവരിടും. അത് പ്രകാരം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ സ്പോട്ടിനെ പറ്റിയിട്ട് മാത്രം, സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം, അഡ്മിഷൻ സമയത്തെ കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോയും കൂടെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് തരാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനിയുള്ളത് സ്പോട്ട് അലോട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതും കഴിഞ്ഞിട്ട്, അതായത് സ്പോട്ട് അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കൂടി വരാൻ ചാൻസ് ഉണ്ടോ? നമുക്കെടാ, നിലവിൽ ഇപ്പോൾ നമുക്ക് 2 ട്രാൻസ്ഫർ കഴിഞ്ഞു. സാധാരണ വർഷങ്ങളിൽ നമുക്ക് ഒരു ട്രാൻസ്ഫറേ ഉണ്ടാകാറുള്ളൂ. അതായത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്നത്, സ്പോട്ട് അലോട്ട്മെന്റിന് മുമ്പായിട്ട്. അപ്പോൾ ഇപ്പം സാധാരണ ഇതിൽ ഒന്നേ ഉള്ളൂ. ഇത്തവണ നമുക്ക് ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കഴിഞ്ഞിട്ടോ, ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെന്ററിക്ക് മുമ്പ് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വിളിച്ചു അല്ലേ? അതിനകത്ത് ജില്ലയ്ക്കകത്ത് മാത്രമുള്ളവർക്കേ പറ്റുള്ളായിരുന്നു. ഇനി സെക്കൻഡ് സപ്ലിമെന്ററി കഴിഞ്ഞ് വീണ്ടും ട്രാൻസ്ഫർ വിളിച്ചു. അതിനകത്ത് ജില്ലയ്ക്കകത്തും അപ്ലൈ ചെയ്യാൻ പറ്റി, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു.
സാധാരണഗതിയിൽ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവാറുള്ളൂ. ഇത്തവണ നിങ്ങൾക്ക് 2 ട്രാൻസ്ഫർ കിട്ടി. ഇത് തന്നെ നിങ്ങൾക്കൊരു ബമ്പറായിട്ട് വേണം കൂട്ടാൻ. ഇനി ഒരു ട്രാൻസ്ഫർ എന്തായാലും ഉണ്ടാവില്ല. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഇനി ഉണ്ടാകില്ല. ഇനിയുള്ളത് സ്പോട്ട് അലോട്ട്മെന്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആം, നേരത്തെ അഡ്മിഷൻ എടുത്തവർക്ക് ഇനി സ്കൂൾ മാറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഓക്കെ, സ്പോട്ട് അലോട്ട്മെന്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. നേരത്തെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ എങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ VHSCയിലാണ് അഡ്മിഷൻ എടുത്തതെന്ന് വിചാരിച്ചു. HSCയിലെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിൽ ഒന്നും നിങ്ങളുടെ പേര് വന്നിട്ടില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് HSCയിൽ സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി HSCയിൽ ഓൾറെഡി വന്നു, HSCയിൽ അലോട്ട്മെന്റ് വന്നു, നിങ്ങൾ എടുത്തില്ല, മറിച്ച് നിങ്ങൾ VHSC പോയി അഡ്മിഷൻ എടുത്തു. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. HSCയിൽ ഇതുവരെ അപ്ലൈ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും സ്പോട്ടിന് അപ്ലൈ ചെയ്യാം. നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, HSCയുടെ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിങ്ങളുടെ പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും HSCയുടെ സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. VHSCയുടെ സ്പോട്ട് അലോട്ട്മെന്റ്, അതിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ VHSCയിലും ഇനി ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത് ഇനി പ്രൈവറ്റിൽ വീണ്ടും പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമായിരിക്കും. ഓക്കെ, ഇതാ ഈ ഒരു ചോദ്യമില്ലേ, ഇത് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നും നമുക്ക് DM-ൽ ഈ ഒരു ചോദ്യം കാണാം. അതായത്, എടുത്ത അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് TC വാങ്ങിയിട്ട് വേറെ സ്കൂളിലേക്ക് സ്പോട്ട് അഡ്മിഷന് പോകാൻ പറ്റുമോ? ഒത്തിരി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എടാ മക്കളെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ സർക്കുലർ വന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, നിലവിൽ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയൂ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അഡ്മിഷൻ ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേര് വന്നു, അങ്ങനെ പേര് വന്നിട്ടും എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററിയിൽ ഇനി അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ സ്പോട്ടിന്റെ സർക്കുലർ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ഇതേ രീതിയിൽ തന്നെ പറയുന്നത്. ഏത്? നിലവിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം, നിലവിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിലവിൽ അപ്ലൈ ചെയ്തു, അഡ്മിഷൻ ലഭിച്ചു, അഡ്മിഷൻ എടുത്തില്ല, അലോട്ട്മെന്റിൽ പേര് വന്നു, പിന്നെ നിങ്ങളൊന്നും ചെയ്തില്ല, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇനി ഈ വർഷത്തെ കാര്യം നമുക്ക് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയൂ. പക്ഷെ ഒരു 99%ഉം നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ പേര് വന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഓൾറെഡി നമ്മൾ അലോട്ട്മെന്റിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും അത് റെക്കോർഡഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് TC വാങ്ങിച്ച് വന്നതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്കൊരു അതിനിടയിലുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഉദാഹരണം, നിങ്ങൾ ആലപ്പുഴ ജില്ലയിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കോട്ടയം ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ കൊല്ലം ജില്ലയിലോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്പോട്ടിൽ കാണും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ കഴിയുവാണ്. കാരണം സർക്കുലറിൽ അങ്ങനെ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയില്ല. ഓക്കെ, അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്യുന്നത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂ. സോ TC വാങ്ങിച്ച് അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് സ്പോട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉത്തരമാണ് നമുക്ക് അതിൽ തരാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി വേറെ ഒരു ചോദ്യമാണ് ഇതുപോലെ തന്നെ, വേറെ ജില്ലയിലുള്ള സ്കൂളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? വേറെ ജില്ലയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള ഒരു സാഹചര്യത്തിൽ. സോ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് സ്പോട്ട് അഡ്മിഷൻ ആണ്. ട്രാൻസ്ഫർ ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാകില്ല. അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇനി ഇപ്പോൾ നിങ്ങൾ ദൂരെയുള്ള സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അടുത്ത വർഷം നമുക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാമോ? അതായത് +2 വന്നതിന് ശേഷം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരം കൂടി തരാം. നിങ്ങൾക്ക് +2 സമയത്തും ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ സർക്കുലർ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യും. അതായത് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ വിളിക്കും. ഇപ്പോൾ +2 വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ, ഏത് സ്കൂളിലാണോ നമുക്ക് ട്രാൻസ്ഫർ മുഖേന പോകേണ്ടത്, ആ സ്കൂളിൽ സീറ്റ് വേക്കൻ്റ് ആയിരിക്കണം. അങ്ങനെ ആ സ്കൂളിൽ സീറ്റ് വേക്കൻ്റ് ആണെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് അതുവഴിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇപ്പം നിങ്ങൾ എത്രമാത്രം ദൂരമുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നതെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലെങ്കിലും അവിടെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയതിന് ശേഷം
ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അടുത്ത വർഷം ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ കുറേ വിദ്യാർത്ഥികൾ സ്പെഷ്യൽ ഓർഡർ വഴിയിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുമോ എന്നുള്ളത്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സ്പെഷ്യൽ ഓർഡർ വഴി പറ്റും, പക്ഷേ അതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. തക്കതായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ദൂരെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ വഴിയിട്ട് ജോലി മൂലം ട്രാൻസ്ഫർ മേടിച്ച് മറ്റൊരു ജില്ലയിൽ ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ച്, അതായത് നമുക്ക് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു NOC വാങ്ങിക്കണം. അതായത് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഓൾറെഡി സീറ്റ് വേക്കൻ്റ് ആയിരിക്കണം. ആൻഡ് അവിടെ ചെന്ന് നമ്മൾ ഈ കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം NOC വാങ്ങിച്ച് DHSCയിൽ കൊടുത്ത് അത് മുഖേന സർക്കാർ വഴിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള റീസൺ കാണും. അല്ലെങ്കിൽ ഇപ്പം ഒത്തിരി കിലോമീറ്റർ ദൂരെ പോകുന്നൊരു വിദ്യാർത്ഥിയാണ്, അയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്, അത് വളരെ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഓർഡർ വഴിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്താണ് അവിടെ പ്രത്യേകത? അവിടെ സീറ്റ് വേക്കൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് നടക്കൂ. അപ്പോൾ സ്പെഷ്യൽ ഓർഡറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ സ്പെഷ്യൽ ഓർഡർ കഴിഞ്ഞ വർഷവും കുറേ വിദ്യാർത്ഥികൾ തക്കതായിട്ടുള്ള റീസണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് പോലും ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല. സോ നിങ്ങൾ അങ്ങനെയുള്ളൊരു പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. എനിക്കറിയാവുന്ന മാക്സിമം കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് തന്നെ ക്ലിയർ ആയിട്ട് ചോദിക്കുക. മ്യൂച്വലായിട്ട് മാറാൻ ഒരു സബ്ജക്റ്റ്, ഉദാഹരണം സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായിട്ട് മാറാൻ കഴിയുമോ എന്നുള്ളത്, അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഗവൺമെന്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നെങ്കിൽ അങ്ങനെ മാറാമായിരുന്നു. അതിനൊരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അധ്യാപകരോടും പ്രിൻസിപ്പലിനോടും ചോദിച്ചാൽ മതി. ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നിങ്ങളുടെ അഡ്മിഷനുമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും അതിനൊരു ഒരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ. അത് ഒത്തിരി വിദ്യാർത്ഥികൾ അങ്ങനെ തിരക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ റെഗുലറായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന പുതിയ പുതിയ ഡൗട്ട്സുകൾക്കുള്ള ഉത്തരങ്ങൾ മാക്സിമം നമ്മൾ തന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.